ആരോഗ്യ സംരക്ഷണത്തിനും ശാരീരികക്ഷമതയ്ക്കും ഏറെ പ്രാധാന്യം നൽകുന്ന പ്രവാസ ലോകത്തെ പുതുതലമുറയെക്കുറിച്ചാണ് കളേഴ്സ് ഓഫ് ബഹ്റൈനിൽ ഇനി. വിദ്യാലയത്തിന്റെയും താമസ സ്ഥലത്തിന്റെയും ചുവരുകൾക്കുള്ളിൽ കഴിയേണ്ടി വരുന്നവരാണ് പ്രവാസി വിദ്യാർത്ഥികൾ. എന്നാൽ അവരിൽ പലർക്കും വിഭിന്നങ്ങളായ അഭിരുചികളും വിസ്മയകരമായ കഴിവുകളുമുണ്ട്. മാറുന്ന കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ കൂടി ഔത്സുക്യം കാണിക്കുന്നവരാണ് പ്രവാസ ലോകത്തെ ഈ പുതുതലമുറ. ചെറുപ്രായത്തിൽ തന്നെ ശരീര സംരക്ഷണവും മാനസിക ബലവും നേടുവാനുള്ള വഴികളിൽ അവർ സഞ്ചരിക്കുന്നു. ഇതിനായി കായിക പരിശീലനത്തിലൂടെ സജ്ജരാകുവാൻ ഇളം പ്രായത്തിൽ തന്നെ അവർ ഉത്സാഹം കാട്ടുന്നു. പ്രവാസികളായ രക്ഷിതാക്കളും തങ്ങളുടെ മക്കളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഇന്ന് ഉയർന്ന പരിഗണനയും പ്രാധാന്യവും നൽകുന്നു. എൻ്റെ മകൻ ഇപ്പോൾ ഇവിടെ 2.5 വർഷമായിട്ട് ടൈക്കോണ്ടോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇനിഷ്യലി ഇത് ജോയിൻ ചെയ്യാൻ ഞങ്ങളുടെ ആഗ്രഹം വന്നത് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കുഞ്ഞിന് കിട്ടണം എന്നുള്ളതായിരുന്നു. പിന്നെ അതല്ലാണ്ട് ഒരു സെൽഫ് ഡിഫെൻസ് ടെക്നിക്കായിട്ടും ഇത് ഇപ്പം മുമ്പോട്ട് വരുന്നുണ്ട്. അത് കാരണം ഇനിഷ്യലി ജോയിൻ ചെയ്തപ്പം ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിരുന്നു, എങ്ങനെയുണ്ട്, പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, എങ്ങനെയാ. ഇപ്പം നോക്കിയപ്പം അവനും നന്നായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട്. നന്നായി ഫിസിക്കൽ ആക്ടിവിറ്റിയും റെഗുലർ പ്രാക്ടീസ് എല്ലാം നടത്തുന്നുണ്ട്. അത് കാരണം ഞങ്ങൾ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചേക്കുന്നു. എല്ലാ പിള്ളേർക്കും വേണ്ടി ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരാതിരിക്കാനും റെഗുലർ ഒരു ഫിറ്റ്നസിന് വേണ്ടിയും ഇത് എപ്പോഴും നല്ലതാണ്. ഉപജീവനത്തിനായി പ്രവാസികൾ പല മേഖലകളിലും ജോലി ചെയ്യുമ്പോൾ പൊന്നാനി വെളിയങ്കോട് സ്വദേശി ഫൈസൽ സ്വമേധയാ തന്റെ തൊഴിൽ മേഖലയായി തെരഞ്ഞെടുത്തത് വിദ്യാർത്ഥികൾക്കുള്ള തായ്ക്കൊണ്ടോ പരിശീലനമാണ്. പ്രവാസികൾ പലതരത്തിലുള്ള ജോലികളും ഇന്ന് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു മേഖല തിരഞ്ഞെടുക്കാൻ കാരണം ഇന്ന് കുട്ടികളിൽ അല്ലെങ്കിൽ വലിയ ആളുകളിൽ ആരോഗ്യത്തെ പറ്റിയുള്ള ഒരു ബോധം ഉണ്ടാക്കുക എന്നുള്ളതിന്റെ ഒരു ഉദ്ദേശത്താലാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു മേഖല കൂടിയാണ് ഈ മേഖല. അതുകൊണ്ട് തന്നെ നല്ല ഒരു ആരോഗ്യമുള്ള ഒരു യുവത്വത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ആഗ്രഹം എന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മേഖലയെ ഞാൻ തെരഞ്ഞെടുത്തത്. അതിജീവനത്തിനായുള്ള കേവലം ഒരു തൊഴിൽ മേഖല എന്നതിനും അപ്പുറത്ത് നല്ല ആരോഗ്യമുള്ള സമൂഹത്തിലെ നല്ല മനസ്സുണ്ടാകൂ എന്ന വീക്ഷണമാണ് ഫൈസലിന് ഈ മേഖലയിൽ ആത്മവിശ്വാസം നൽകുന്നത്. 18ാമത്തെ വയസ്സിൽ വിദ്യാർത്ഥികൾക്ക് തായ്ക്വാൻഡോ പരിശീലകനായി ആയോധന കലയുടെ ലോകത്ത് ചുവടുവെച്ചു തുടങ്ങിയ ഇദ്ദേഹം 6 വർഷമായി പ്രവാസിയാണ്. ഈ രംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഇദ്ദേഹം നാട്ടിലും വിദേശത്തുമായി 1000-ലധികം വിദ്യാർത്ഥികൾക്ക് കരുത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകി കഴിഞ്ഞു. കൊറിയയിലെ വേൾഡ് തായ്ക്വാൻഡോ ഫെഡറേഷന്റെ അംഗീകാരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇദ്ദേഹം സ്വായത്തമാക്കിയിട്ടുണ്ട്. 18ാം വയസ്സിൽ തന്നെ തായ്ക്വാൻഡോയിൽ ബ്ലാക്ക് ബെൽറ്റും നേടി. ഷട്ടിൽ ബാഡ്മിന്റണിലും ഫിറ്റ്നസ് പരിശീലനത്തിലും കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ഫൈസലിന് ഈ ജോലി നൽകുന്ന ആത്മവിശ്വാസവും സംതൃപ്തിയും വളരെ വലുതാണ്. ഒരു ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന് ഒരു ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ മേഖലയിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ധാരാളം കുട്ടികളും രക്ഷിതാക്കളും ഈ തായ്ക്കൊണ്ടോ എന്ന ഈ ആയോധന കല പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ എന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഞാൻ വളരെ സന്തോഷവാനാണ്. വിദ്യാർത്ഥികൾക്ക് കായിക പരിശീലനം നൽകുന്നതിന് ബഹ്റൈൻ തായ്ക്വാൻഡോ അസോസിയേഷന്റെ അംഗീകാരവും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ഈ രംഗത്ത് ഔദ്യോഗിക അംഗീകാരമുള്ള എംബറർ തായ്ക്വാൻഡോ സ്കൂളിന്റെ കീഴിലാണ് കുട്ടികൾക്ക് വിവിധ ബാച്ചുകളിലായി ഇദ്ദേഹം പരിശീലനം നൽകുന്നത്. I'm learning taekwondo and Faisal sir teaches me taekwondo. I feel healthy every day while he teaches me. I practice this every day. That's why I like taekwondo.
എൻ്റെ മോൻ ഇപ്പോൾ ഇവിടെ 2 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു 3 വർഷമായി. അപ്പോൾ വന്നപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി വേണമെന്ന് പറഞ്ഞ് സ്പോർട്സിലൊക്കെ ചേർത്തായിരുന്നു. പക്ഷെ അവന് അത്ര ഇൻട്രസ്റ്റ് വരാത്ത കാരണം ഒരു മാർഷൽ ആർട്സ് ചേർക്കണമെന്ന് വിചാരിച്ചായിരുന്നു ടൈക്കോണ്ടോ തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ അവൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, മുമ്പോട്ട് നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്, പ്രാക്ടീസൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്, സാറും നന്നായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. പെൺകുട്ടികളും ആൺകുട്ടികളും താൽപര്യത്തോടും ഉത്സാഹത്തോടും കൂടിയാണ് ഫൈസൽ നൽകുന്ന തായ്ക്കോണ്ടോ പരിശീലനത്തിനെത്തുന്നത്. പ്രവാസികളായ രക്ഷിതാക്കളും വിദ്യാർത്ഥികളെ ഈ രംഗത്ത് കൈപിടിച്ചുയർത്താൻ നല്ല പ്രോത്സാഹനം നൽകുന്നു. മികച്ച ആരോഗ്യവും ആരോഗ്യത്തെക്കുറിച്ച് നല്ല അവബോധവുമുള്ള ഒരു തലമുറയുടെ സൃഷ്ടിപ്പിനായി ഫൈസൽ എന്ന പ്രവാസി യുവാവിന്റെ വേറിട്ട തായ്ക്കോണ്ടോ പരിശീലന പാഠശാല.